നീ പാപിയായിരുന്നിരിക്കാം, നിൻ്റെ ബാല്യം മോശമായിരുന്നിരിക്കാം, നീ അതിനെ കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അപ്പം നമുക്ക് ഇന്ന് കാണുന്ന, നമ്മുടെ ചുറ്റുപാടും കാണുന്ന, സമൂഹത്തിൽ കാണുന്ന, നമ്മുടെ രാജ്യത്ത് കാണുന്ന, അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലങ്ങളിലെല്ലാം കാണുന്ന എല്ലാ തരത്തിലുള്ള വിധ്വംസക പ്രശ്നങ്ങൾക്കും കാരണം ആരുടെയൊക്കെയോ വേദനകളിൽ നിന്നാണ്. എത്രായിരക്കണക്കിന് ആളുകളുടെ കണ്ണുനീരാണ് അവരുടെ വിജയം. സന്യാസി എന്തുകൊണ്ട് എത്രായിരക്കണക്കിന് ആളുകളുടെ കണ്ണുനീരാണ് അവരുടെ വിജയങ്ങള്. ഞാൻ വീണ്ടും പറയുന്നു, എത്ര ആയിരക്കണക്കിന് ആളുകളുടെ കണ്ണുനീരാണ് അവരുടെ വിജയങ്ങൾ ഈ ലോകത്ത് സൃഷ്ടിച്ചിട്ടുള്ളത്. സന്യാസി എന്തുകൊണ്ട്, എൻ്റെ ചോദ്യം, സന്യാസി എന്തുകൊണ്ട് മുസോളിനിയെയും ഹിറ്റ്ലറെയും ട്രംപിനെയും സ്റ്റാലിനെയും ഒരു വിജയിയായി കാണുന്നു? ഇപ്പോൾ ന്യൂക്ലിയർ ബോംബ് അല്ലെങ്കിൽ വാർഫെയർസ് അല്ലെങ്കിൽ ആറ്റം ബോംബ്, ഇതെല്ലാം നല്ലൊരു കാര്യമായി കാണുന്ന ആളാണ് ഞാൻ. പക്ഷേ അതിനെ ഉപയോഗിക്കുന്ന ആൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അവിടെയാണ് ഈ ചോദ്യം നമ്മൾ തിരുത്തേണ്ടത്. ഒരു വിജയിയാൾ എപ്പോഴും ഈ ന്യൂക്ലിയർ വാറിനെയും വെപ്പൺസിനെയും അല്ലെങ്കിൽ ഡൈനാമൈറ്റിനെയും എല്ലാം കാണുന്നത് ഒരു പോസിറ്റീവായ ശക്തിയാണ്. അപ്പം ഈ ലോൺലിനെസ്സിൽ നിന്ന് ഞാൻ എന്ത് പഠിക്കുന്നു, അതെന്താണ് അർത്ഥമാക്കുന്നത്, അതെന്ത് നിർവചിക്കുന്നു? ആ വിജയത്തിലേക്ക് ഞാൻ എത്തണമെങ്കിൽ ആദ്യം നമ്മൾ സർവൈവൽ മോഡിൽ നിന്ന് സമാധാന മോഡിലേക്ക് മാറേണ്ടതുണ്ട്. നമ്മൾ ശാന്തമായിരിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് നമ്മുടെ ധർമ്മം എന്താണെന്ന് മനസ്സിലാവുകയുള്ളൂ. സ്വധർമ്മ നിധനം ശ്രേയ പരധർമ്മോ ഭയാവഹ എന്ന് പറയും. എന്നാൽ ആ ലോൺലിനെസ് എന്ന് പറയുന്ന ആ അവസ്ഥയിൽ ആ വ്യക്തിയുടെ ഏറ്റവും വലിയ കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരി എന്ന് പറയുന്നത് അയാൾ തന്നെയാണ്. തീർച്ചയായിട്ടും ഈ സമയങ്ങളൊക്കെയും എങ്ങനെ എൻ്റെ ഉള്ളിലേക്ക് നോക്കുവാൻ സാധിക്കും, എന്നെ തന്നെ മിററായി കാണുന്ന അവസ്ഥയാണ് ഈ ലോൺലിനെസ്സിനെ സോളിറ്റ്യൂഡാക്കി മാറ്റിയത്. അങ്ങനെയുള്ള വ്യക്തി ഒരിക്കലും താൻ തനിയായി പോകുന്നു എന്ന് ചിന്തിക്കില്ല. ഇല്ല. അപ്പോൾ എപ്പോഴും താൻ്റെ കൂട്ട് താൻ തന്നെയാണ്. അത് വലിയ തിരിച്ചറിവാണ്. എന്നെ സഹായിക്കാൻ, എന്നെ ഹെൽപ്പ് ചെയ്യാൻ, എന്നെ ഗ്രോ ചെയ്യാൻ ഞാൻ തന്നെയാണ് എൻ്റെ ഏറ്റവും ബെസ്റ്റ് മെൻറ്റർ എന്ന തിരിച്ചറിവാണ് ഒരു വിജയിക്ക് എപ്പോഴും ഉണ്ടാകുന്നത്. ഈ വിജയിക്ക് ശേഷം, ആ വിജയിയുടെ മരണത്തിന് ശേഷം ആ വിജയിയെ പിന്നീട് ലോകം എങ്ങനെ കൺസിഡർ ചെയ്യുന്നു എന്നൊരു കാര്യമുണ്ട്. എല്ലാ വിജയങ്ങൾക്ക് ശേഷവും ആ വിജയിയെ ലോകം എങ്ങനെ ഓർക്കുന്നു, എങ്ങനെ ഓർമ്മിക്കപ്പെടുന്നു, അതാണ് അതിൻ്റെ ആ വിജയിയുടെ ജീവിതത്തിൻ്റെ മൊത്തത്തിലുള്ള അർത്ഥമായി മാറുന്നത്. കുറേ കാലത്തിന് ശേഷം സ്മരണകളിൽ നിന്നും പോകുന്ന, അല്ലെങ്കിൽ വെറുപ്പോടുകൂടി ഓർമ്മിക്കപ്പെടുന്ന ഒരാളായി, അല്ലെങ്കിൽ കൃതജ്ഞതയോടുകൂടി ഓർമ്മിക്കപ്പെടുന്ന ഒരാളായി, വീണ്ടും പ്രചോദിപ്പിക്കപ്പെടുന്ന ഒരാളായി ആ വ്യക്തിയുടെ ജീവിതം മാറുന്നുണ്ടെങ്കിൽ ആ വിജയമാണ് യഥാർത്ഥ വിജയം. ഒരു ഹൈ പെർഫോമിംഗ് ആയിട്ടുള്ള, മാസ്റ്റർ ആയിട്ടുള്ള, സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾ എപ്പോഴും തന്നെ യാത്ര ഏകനായി സഞ്ചരിക്കാൻ തയ്യാറായിട്ടുള്ള മനഃശക്തിയും മനസാന്നിധ്യവും മനക്കരുത്തും ഉള്ള ഒരാളായിരിക്കും എന്നുള്ളത്. അപ്പോൾ ലോൺലിനെസ്സിലായിരിക്കുന്ന ഒരാൾ വിവാഹം കഴിക്കാതിരിക്കുക എന്ന് പറയുന്നത് ഏറ്റവും ഉചിതമായ ഒരു കാര്യമാണ്. പലപ്പോഴും അയാളുടെ മുമ്പിൽ വിജയമാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ അയാൾ മറ്റൊരാളുടെ ജീവിതത്തെ തന്നിലേക്ക് വലിച്ചു വെക്കാതിരിക്കുക. അതുകൊണ്ട് എസ്പെഷ്യലി ബിസിനസ് ചെയ്യുന്ന ആളുകൾ എപ്പോഴും വീണ്ടും വീണ്ടും പറയുന്ന കാര്യമാണ്, ഇഫ് യു മാരി സമ്മൺ, ഇഫ് യു ഫൈൻഡ് എ പാർട്ട്ണർ, എൻഷുർ ദാറ്റ് പേഴ്സൺ ഈസ് ലൈക്ലി ടു ട്രാവൽ വിത്ത് യു. ആ ജേർണിയിൽ പങ്കാളിയാകാൻ കഴിയുന്ന ഒരാളെ മാത്രമേ പാർട്ട്ണറാക്കാൻ സാധിക്കുകയുള്ളൂ. ഒരുപക്ഷെ നിങ്ങൾ ഹേർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടാകാം, നിങ്ങൾ കളിയാക്കപ്പെട്ടിട്ടുണ്ടാകാം. പല പ്രസ്ഥാനങ്ങളും പല ആത്മീയ സന്യാസിമാരും പറയുന്നത് കേട്ടിട്ടുണ്ട്, നിങ്ങളൊരു പാപിയാണ്, നിങ്ങൾ പാപത്തിൽ ജീവിക്കുകയാണ്. എപ്പോഴും പാപത്തെക്കുറിച്ച് കരയൂ. എന്ത് നിങ്ങൾ പാപത്തെക്കുറിച്ച് കരയണം? നിങ്ങൾ ഒരു പ്രാവശ്യം കരയുക, തെറ്റിനെ മനസ്സിലാക്കുക, തിരുത്തുക, മുന്നോട്ട് യാത്ര ചെയ്യുക. പിന്നെ വീണ്ടും പഴയതിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഒരിക്കലും ഇപ്പോൾ ആദ്യം പറഞ്ഞ വിരുദ്ധമായിട്ട് പ്രസ്താവനയാണെന്ന് എനിക്ക് തോന്നുന്നു. മനുഷ്യൻ സാമൂഹികമായി അരക്ഷിതാവസ്ഥ ജീവിക്കുന്നവരാണെന്ന്. എല്ലാവരും അങ്ങനെയാണെന്നുള്ള പ്രസ്താവന ഇപ്പോൾ അങ്ങ് പറയുകയുണ്ടായി. പക്ഷേ ഒരു പൊതുവാണെന്ന് ഞാൻ പറഞ്ഞത് ഇതാണ് ഞാൻ പറഞ്ഞത്. പൊതുവായി ആളുകൾ അരക്ഷിതാവസ്ഥയിൽ അനുഭവിക്കുന്നുണ്ട്, പൊതുവായി ആളുകൾ ലോൺലിനെസ് അനുഭവിക്കുന്നു. പക്ഷേ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള, ഒരു മാസ്റ്റർ ആയിട്ടുള്ള ആൾ തനിക്ക് ലോൺലിനെസ് ഉണ്ടെങ്കിൽ കൂടെയും അത് എൻജോയ് ചെയ്യുകയാണ്, അത് സോളിറ്റ്യൂഡിൽ ആസ്വദിക്കുകയാണ്. ഓരോ ലോൺലിനെസ് ആയിട്ടുള്ള നിമിഷങ്ങളും തൻ്റെ വിജയത്തിന് വേണ്ടി, തൻ്റെ ലക്ഷ്യത്തിന് വേണ്ടി ചിന്തിക്കുകയും പ്രയത്നിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളാണ് വലിയ വിജയം കൊയ്യുന്നത്. ഇവിടെ ഈ അരക്ഷിതാവസ്ഥയെക്കുറിച്ചോ അതല്ലെങ്കിൽ ഏകാന്തതയെക്കുറിച്ചോ അല്ലെങ്കിൽ സമൂഹ ഡിസോർഡറുകളെക്കുറിച്ചോ ചിന്തിക്കാനോ അതിനെക്കുറിച്ച് ദുഃഖിക്കാനോ സമയമില്ല. നീ പാപിയായിരുന്നിരിക്കാം, നിൻ്റെ ബാല്യം മോശമായിരുന്നിരിക്കാം, നീ അതിനെ കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഇവിടെ എനിക്ക് തോന്നുന്നത് വീണ്ടും ഒരു തെറ്റിദ്ധാരണ പൊതുവെ സംഭവിക്കുന്നുണ്ട്. പൊതുവെ ഒരുപക്ഷെ നമ്മുടെ സമൂഹം പുലർത്തിപ്പോരുന്ന തെറ്റിദ്ധാരണയാണെന്ന് തോന്നുന്നു. ഈ സന്യാസിയുടെ ശാന്തതയോ സന്യാസിയുടെ അലസതയോ
സന്യാസിയുടെ സമാധാനത്തെ പറ്റിയിട്ടുള്ള പ്രഭാഷണങ്ങളോ ഒരിക്കലും ലോകത്തെ എന്തെങ്കിലും ആക്കി തീർക്കില്ല. മനുഷ്യൻ എന്തെങ്കിലും ആയിരിക്കേണ്ടത് ഒന്ന് ആ വ്യക്തിക്ക് അതിൽ നിന്ന് സമാധാനം ഉണ്ടാകണം. മറ്റൊന്ന് ആയി തീർന്നതിന് ശേഷവും അയാളുടെ ആയിത്തീരൽ എന്ന് പറയുന്നത് അയാളുടെ ചുറ്റുപാടുകളെ പലതരത്തിലും സന്തോഷിപ്പിക്കുന്നതായിരിക്കണം, അല്ലെങ്കിൽ അതിനെ പലതരത്തിലും മെച്ചപ്പെടുത്തുന്നതായിരിക്കണം. എല്ലാ വിജയങ്ങളും അങ്ങനെ ആയിരിക്കണമെന്ന് മുൻകൂട്ടി നമുക്ക് തീരുമാനിക്കാൻ കഴിയില്ലെങ്കിൽ പോലും ആ വിജയത്തിന് ശേഷവും അങ്ങനെ ഒരു അവസ്ഥ സംഭവിക്കുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം ഇപ്പം നമുക്ക് ഇന്ന് കാണുന്ന, നമ്മുടെ ചുറ്റുപാടും കാണുന്ന, സമൂഹത്തിൽ കാണുന്ന, നമ്മുടെ രാജ്യത്ത് കാണുന്ന, അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലങ്ങളിലെല്ലാം കാണുന്ന എല്ലാ തരത്തിലുള്ള വിധ്വംസക പ്രശ്നങ്ങൾക്കും കാരണം ആരുടെയൊക്കെയോ വേദനകളിൽ നിന്നാണ്. അൺഹീൽഡായിട്ടുള്ള ഏതോ ഒരു പ്രേരണയാണ്, അല്ലെങ്കിൽ ഏതൊരു ട്രോമയാണ് അയാളെ ആ പ്രത്യേക നാശോന്മുഖമായ ഒരു തീരുമാനത്തിലേക്ക്, ഒരു വിജയത്തിലേക്ക് എത്തിക്കുന്നത്. അത് ലോകത്ത് ഇന്ന് കാണുന്ന യുദ്ധങ്ങൾക്ക് പിന്നിലുള്ള എല്ലാ കാരണങ്ങളും, ആയുധ നിർമ്മാണങ്ങൾ, ലോകത്തെ തന്നെ നശിപ്പിക്കാൻ പോകുന്ന ഹൈഡ്രജൻ ബോംബുകൾ അടക്കമുള്ള ആയുധ സംഭരണങ്ങൾ, ആയുധ നിർമ്മാണങ്ങൾ, അത്തരത്തിലുള്ള ഡെവലപ്മെൻറ്റുകൾ, പിന്നെ ഇന്ന് നമ്മുടെ യുവതലമുറയെ വഴിതെറ്റിക്കുന്ന എല്ലാ തരത്തിലുള്ള ഇപ്പം സോഷ്യൽ മീഡിയകളാണെങ്കിലും, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഡേറ്റിംഗ് ആപ്പുകളാണെങ്കിലും, അല്ലെങ്കിൽ മദ്യശാലകളാണെങ്കിലും, പബ്ബുകളാണെങ്കിലും, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മനുഷ്യനെ വഴിതെറ്റിക്കാൻ പോകുന്ന എല്ലാ തരത്തിലുള്ള അതൊക്കെ ഓരോരുത്തരുടെ വിജയങ്ങളാണ്. മനുഷ്യനെ വഴിതെറ്റിക്കാൻ പോകുന്ന വിജയങ്ങൾക്ക് പിന്നിലുണ്ടാകുന്നത് ആ വിജയിക്കുന്ന ആളുടെ പഴയ ഒരു ട്രോമയാണ്. ആ ട്രോമ ഹീലാകാതെ അയാൾ വിജയിക്കുന്നുണ്ടാകാം, അയാൾ ജീവിതത്തിൽ പ്രതികാരബുദ്ധിയോടുകൂടി വിജയിക്കും. പക്ഷെ ആ പ്രതികാരബുദ്ധി സംഭവിക്കുന്നത് അയാൾക്ക് നൽകാത്ത സമാധാനം ഈ ലോകം അനുഭവിക്കരുത് എന്ന അയാളുടെ ആന്തരികമായ ചോദനയിൽ നിന്നാണ്. എനിക്ക് ലഭിക്കാത്ത സമാധാനം, എന്നെ സ്വീകരിക്കാത്ത ഈ സമൂഹം അതനുഭവിക്കണ്ട. ഈ തീരുമാനമാണ് പലപ്പോഴും അയാളുടെ വിജയത്തിലേക്ക്, അയാളുടെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നത്. ആ ലക്ഷ്യം ഈ ലോകത്തെ ഹീൽ ചെയ്യിപ്പിക്കുകയല്ല ചെയ്യുന്നത്. ആ ലക്ഷ്യം ഈ ലോകത്തെ ഒരു ഓർഡറിലേക്ക് എത്തിക്കുകയല്ല ചെയ്യുന്നത്, കയോസിലേക്ക് എത്തിക്കുക ചെയ്യുന്നത്. ഈ ലോകത്തെ സമ്പൂർണ്ണമായും തകർക്കും വിധം, നാശോന്മുഖമാക്കി തീർക്കും വിധം അയാളുടെ വിജയം മാറുകയാണ് എങ്കിൽ ആ വിജയം ഒരിക്കലും ആ വ്യക്തിക്കോ ലോകത്തിനോ ശാശ്വതമല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അതിനുശേഷവും അയാൾ വീണ്ടും ആ അരക്ഷിതാവസ്ഥയിൽ, അയാളുടെ അകത്ത് വീണ്ടും ആ ആന്തരിക സംഘർഷങ്ങൾ വീണ്ടും തുടരും, അയാളുടെ അകത്ത് ആ സർവൈവൽ മോഡ് വീണ്ടും തുടരും, അയാളുടെ അകത്ത് ആ റിവഞ്ച് മോഡ് വീണ്ടും തുടരും. അയാൾ പിന്നെയും സംഘർഷത്തിലായിരിക്കും, അയാൾക്ക് ലോകത്തോട് മുഴുവൻ പ്രതികാര ബുദ്ധി മാത്രമായിരിക്കും. അപ്പം ഞാൻ പറയുന്നത്, ലോകത്തിന് മുന്നിൽ നമ്മൾ വിജയിക്കേണ്ടത് തീർച്ചയായും വിജയിക്കുക തന്നെ ചെയ്യണം. പക്ഷേ ആ വിജയം എന്ന് പറയുന്നത് ആ വ്യക്തിക്കും ലോകത്തിനും ശാശ്വതമായി എന്തെങ്കിലും നൽകണം, സമാധാനത്തെയോ സന്തോഷത്തെയോ നൽകണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ അത് കുറേ പേർക്ക് വളരെ പോസിറ്റീവായ പ്രചോദനമായി തീരണം, വെളിച്ചമായി തീരണം. ലോകത്ത് അതിൽ നിന്ന് എന്തെങ്കിലും പുതിയ മനുഷ്യനെ തന്നെ മെച്ചപ്പെടുത്താൻ കഴിയുന്ന എന്തെങ്കിലും പോസിറ്റീവായി എന്തെങ്കിലും ഉണ്ടായി വരണം. അത്തരത്തിലുള്ള മാറ്റങ്ങൾക്ക് മാത്രമേ ആ വിജയത്തിന് അർത്ഥം നൽകാൻ കഴിയൂ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ന്യൂക്ലിയർ ബോംബ്, അല്ലെങ്കിൽ വാർഫെയർസ്, അല്ലെങ്കിൽ ആറ്റം ബോംബ്, ഇതെല്ലാം നല്ലൊരു കാര്യമായി കാണുന്ന ആളാണ് ഞാൻ. പക്ഷേ അതിനെ ഉപയോഗിക്കുന്ന ആൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അവിടെയാണ് ഈ ചോദ്യം നമ്മൾ തിരുത്തേണ്ടത്. ഒരു വിജയിയാൾ എപ്പോഴും ഈ ന്യൂക്ലിയർ വാറിനെയും വെപ്പൺസിനെയും അല്ലെങ്കിൽ ഡൈനാമൈറ്റിനെയും എല്ലാം കാണുന്നത് ഒരു പോസിറ്റീവായ ശക്തിയാണ്. ഇപ്പോൾ നമുക്ക് ആൽഫ്രഡ് നോബൽ, അദ്ദേഹം ഡൈനാമൈറ്റ് ഉണ്ടാക്കിയപ്പോൾ ഒരിക്കലും അത് വിധ്വംസ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുമെന്ന് ചിന്തിച്ചില്ല. ആൽഫ്രഡ് നോബൽ വിജയിയാളാണ്. ഇന്നും അദ്ദേഹം തിരിച്ചറിഞ്ഞു ഇതൊരു വിനാശകരമായ ആവശ്യത്തിന് ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ വിജയി എന്താണ് ചെയ്തത്? അതിനെ വലിയൊരു പ്രസ്ഥാനമാക്കി മാറ്റി. അപ്പോൾ ഒരിക്കലും ഒരു പരാജയപ്പെട്ട ആളാണ് എപ്പോഴും വിധ്വംസ പ്രവർത്തനങ്ങളിലേക്ക് മുന്നോട്ട് പോകുന്നത്. പക്ഷേ വിജയിക്കുന്ന ആളെപ്പോഴും വിജയം എങ്ങനെ ലോകത്തിന് മാറ്റമുണ്ടാക്കാം, എൻ്റെ പ്രശസ്തിയെ കൂട്ടാം, എൻ്റെ വെൽത്തിനെ കൂട്ടാമെന്നാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു ഇൻ്റർവെൻഷൻ, അതാണ് ഞാൻ പറഞ്ഞത്, ആ തിരിച്ചറിവാണ് മനുഷ്യജീവിതത്തിൽ ഏറ്റവും വലിയ ആവശ്യം. ഈ ലോൺലിനെസ്സിൽ താൻ എന്തുകൊണ്ട് ഉപദ്രവിക്കപ്പെട്ടു, താൻ എന്തുകൊണ്ട് പീഡിപ്പിക്കപ്പെട്ടു, താൻ എന്തുകൊണ്ട് റിജക്റ്റ് ചെയ്യപ്പെട്ടു എന്നുള്ള ചിന്തയിൽ നിന്ന് എൻ്റെ വലിയ മിഷൻ എന്തായിരിക്കണം എന്ന തിരിച്ചറിവിലേക്കുള്ള യാത്രയാണ്. ഞാൻ എന്നെ ഒരുപക്ഷെ ഉപേക്ഷിച്ചിട്ടുണ്ടാകാം, തള്ളിക്കളഞ്ഞിട്ടുണ്ടാകാം, കളിയാക്കിയിട്ടുണ്ടാകാം. പക്ഷേ ഞാൻ എന്ന് പറയുന്ന വ്യക്തി ഈ ലോകത്തിനും എനിക്കും പ്രൂവ് ചെയ്യപ്പെടേണ്ട ഒരു ജമ്മാണെന്ന് തെളിയിക്കുന്ന ഒരു യാത്രയാണ് ഒരു ഏകാന്തമായിട്ടുള്ള വിജയുടെ യാത്ര. പക്ഷേ പലപ്പോഴും സംഭവിക്കുന്ന എന്താണ്? ഒരു സാധാരണ ഉദാഹരണം പറയാം. ഒരു സ്വർണ്ണക്കൂട്ടിൽ കിടന്ന ഒരു തത്ത, ഒരു കിളി രാജകൊട്ടാരത്തിൽ സുഖമായി താമസിക്കുകയാണ്.
ഒരിക്കൽ ആ കൂട് തുറന്നു വിട്ടു. ആ പക്ഷി ആ കൂട്ടിൽ നിന്ന് പറന്നുപോയി. പക്ഷേ ചില ദിവസങ്ങൾക്ക് ശേഷം ആ പക്ഷി തിരിച്ച് ആ കൂട്ടിലേക്ക് മടങ്ങി വന്നു. കാരണം ആ രാജകൊട്ടാരത്തിൽ അനുഭവിക്കുന്ന ഒരു സുഖമുണ്ട്. സ്വർണ്ണക്കൂട്ടിൽ തരുന്ന പഴം, പാല്, നല്ല ആഹാരങ്ങൾ. തനിക്ക് പുറത്തെ ലോകത്തിലേക്ക് പോയപ്പോൾ ആ ഫ്രീഡം എൻജോയ് ചെയ്യാനുള്ള ഫിയർ, ആ വലിയ സ്വാതന്ത്ര്യത്തെ ആസ്വദിക്കാൻ ആ പക്ഷിക്ക് കഴിയാതെ പോവുകയാണ്. എന്നൊരു പക്ഷേ ഈ സന്യാസി സമൂഹങ്ങൾ പറയുന്ന പല കാര്യങ്ങളും മനുഷ്യരെ ഇത്തരം ഒരു തടവറയിൽ, സ്വർണ്ണ തടവറയിൽ, എമ്പതിയെക്കുറിച്ചും സന്തോഷത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും പറയുന്ന ആ തടവറ ഇട്ടുകൊണ്ട് ഇരിക്കുകയല്ലേ എന്നുള്ളത് നാം സംശയിക്കേണ്ട ആവശ്യമാണ്. ഇപ്പോൾ നമുക്കറിയാം, ഷാജഹാൻ അദ്ദേഹം താജ് മഹൽ പണിതു. അത് സ്നേഹത്തിന് വേണ്ടിയാണ്, സ്നേഹത്തിൻ്റെ മകുടമാണ് എന്നെല്ലാം പറയും. പക്ഷേ ഭാര്യമാരെ സ്നേഹിച്ച, പത്നിമാരെ സ്നേഹിച്ച, കാമുകിയെ സ്നേഹിച്ച കോടിക്കണക്കിന് ആളുകൾ ലോകത്ത് ജീവിച്ചിരുന്നു. പക്ഷെ എന്തുകൊണ്ട് ഷാജഹാനും താജ്മഹലും ഇന്നും അറിയപ്പെടുന്നു, മുംതാസും എന്ന് ഓർക്കപ്പെടുന്നു? കാരണം അദ്ദേഹം നടത്തിയ വലിയൊരു കർമ്മമുണ്ട്. ലോകാത്ഭുതമായി മാറിയ ആ താജ്മഹൽ എന്ന നിർമ്മിതിയിലൂടെയാണ് ആ ലോകം അറിയപ്പെടുന്നത്. അതിന് വലിയ വില കൊടുക്കേണ്ടി വന്നു. ധാരാളം ആളുകളുടെ ജീവൻ പൊലിഞ്ഞിട്ടുണ്ട്. ധാരാളം ആളുകളുടെ അധ്വാനമുണ്ട്, പണമുണ്ട്, ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് കൊണ്ടുവന്ന വജ്രങ്ങളും മാർബിളുമുണ്ട്. ലോകത്ത് വിജയിച്ച ധാരാളം ആളുകളെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഈദി അമീനുണ്ട്, ജോസഫ് സ്റ്റാലിനുണ്ട്, ഹിറ്റ്ലറുണ്ട്, അതേപോലെ തന്നെ മുസോളിനിയുണ്ട്, ട്രംപുണ്ട്. സത്യത്തിൽ ഇവരുടെ വിജയങ്ങൾ ലോകത്ത് എന്തവസ്ഥയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്? എത്ര ആയിരക്കണക്കിന് ആളുകളുടെ കണ്ണുനീരാണ് അവരുടെ വിജയം. സന്യാസി എന്തുകൊണ്ട് എത്രായിരക്കണക്കിന് ആളുകളുടെ കണ്ണുനീരാണ് അവരുടെ വിജയങ്ങള്. ഞാൻ വീണ്ടും പറയുന്നു, എത്ര ആയിരക്കണക്കിന് ആളുകളുടെ കണ്ണുനീരാണ് അവരുടെ വിജയങ്ങൾ ഈ ലോകത്ത് സൃഷ്ടിച്ചിട്ടുള്ളത്. സന്യാസി എന്തുകൊണ്ട്, എൻ്റെ ചോദ്യം, സന്യാസി എന്തുകൊണ്ട് മുസോളിനിയെയും ഹിറ്റ്ലറെയും ട്രംപിനെയും സ്റ്റാലിനെയും ഒരു വിജയിയായി കാണുന്നു? അവർ വിനാശകരമായ പ്രവർത്തനങ്ങൾ ചെയ്തു എന്നുള്ളതാണ്. അവരൊക്കെ വിജയിച്ചതാണ്. അവരെന്തുകൊണ്ട് വിജയം? ഇവിടെ നമുക്ക് വിജയത്തെ നിർവഹിക്കേണ്ടത് അങ്ങ് പറയുന്ന മാനദണ്ഡത്തെ അടിസ്ഥാനപ്പെടുത്തിയാണെങ്കിൽ അതെല്ലാം വിജയങ്ങളാണ്, അവരുടേതായ വിജയങ്ങളാണ്. അവരുടെ മുമ്പിലുണ്ടാകുന്ന ലോൺലിനെസ്സിനെ, തീവ്രമായ അനുഭവങ്ങളെ, അവരുടെ കുട്ടിക്കാല ജീവിതങ്ങളിലുണ്ടായിട്ടുള്ള വളരെ ട്രോമാറ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസസിനെ, അവരുടെ വേദനകളെ മറികടക്കാനായിട്ട് അവരെടുത്ത അവരുടെ രീതിയാണ്, അവരുടെ വിജയങ്ങളാണ്. ആ സമയമെടുത്ത തീരുമാനമാണ്, അവരുടെ ദൃഢനിശ്ചയത്തിൻ്റെ ഭാഗമാണ് ആ വിജയം എന്ന് പറയുന്നത്. ഹിറ്റ്ലർക്ക് ഒരു രാജ്യം മുഴുവൻ കീഴടക്കാൻ, ലോകം മുഴുവൻ കീഴടക്കാൻ, ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കാൻ കഴിയുന്നത് അയാളുടെ വിജയത്തിൻ്റെ ഭാഗമാണ്. ജോസഫ് സ്റ്റാലിൻ കോടിക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കാൻ കഴിഞ്ഞത് അയാളുടെ വിജയത്തിൻ്റെ ഭാഗമാണ്. മാവോ, ഈദി അമീൻ, ട്രംപ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇതെല്ലാം അവരുടെ വിജയത്തിൻ്റെ തന്നെ ഭാഗമാണ്. എവിടെ നിന്ന് ആരംഭിച്ചു? എവിടെയോ ഹീലാകാതെ കിടക്കുന്ന ഏതോ ഒരു വേദനയിൽ നിന്ന് ലോകത്തോട് തന്നെയുള്ള പ്രതികാര ബുദ്ധിയോടുകൂടി അവർ വിജയിക്കുകയാണ്. ആ വിജയം ലോകത്ത് എന്താണ് സൃഷ്ടിക്കുന്നതെന്നാണ് എൻ്റെ ചോദ്യം. അപ്പോൾ വിജയം എന്ന് പറയുന്നത് എവിടെ നിന്നാണ് തുടങ്ങുന്നത്? അവരുടെ ഏതോ ഒരു പ്രേരണയിൽ നിന്നാണ്. ആ പ്രേരണ എന്താണ്? ഒരു ലോൺലിനെസ്സാണ്. ആ ലോൺലിനെസ്സിൻ്റെ പ്രേരണ എന്താണ്? ഒരു ത്രെട്ടാണ്, അല്ലെങ്കിൽ ഒരു റിജക്ഷനാണ്, അല്ലെങ്കിൽ ഒരു ഹേർട്ടാണ്, അല്ലെങ്കിൽ ഒരു ഇമോഷണൽ വൂണ്ടാണ്, അല്ലെങ്കിൽ വളരെ ട്രോമാറ്റിക് ആയിട്ടുള്ള എന്തൊക്കെയൊക്കെ ഒരു എക്സ്പീരിയൻസസ് ആണ്, ഇമോഷണൽ നെഗ്ലക്റ്റാണ്. ഇവിടെ നിന്നാണ് അവരുടെ വിജയം ആരംഭിക്കുന്നത്. അവിടെ നിന്ന് അവരുടെ വിജയം ആരംഭിച്ചാൽ അത് ലോകത്തൊരിക്കലും ശാശ്വതമായ സമാധാനം കൊണ്ടുവരില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ആ വിജയത്തിലുടനീളവും ആ വ്യക്തി പോലും സമാധാനത്തിലായിരിക്കില്ല. വിജയിച്ചതിന് ശേഷവും അയാൾ നിർവചിച്ച്, അയാൾ തീരുമാനിച്ച്, അയാൾ ഡിസൈൻ ചെയ്ത അയാളുടെ വിജയത്തിന് ശേഷവും അവസാന കാലത്തും അയാൾക്ക് സമാധാനം ഉണ്ടാവില്ല. അയാൾ പിന്നെയും ആന്തരികമായി ശൂന്യനായി തന്നെ തുടരും. അയാൾ പിന്നെയും ആ വോയിഡിലായിരിക്കും. അയാൾക്കൊരിക്കലും സമാധാനവും സംതൃപ്തിയും പിന്നെയും ഉണ്ടാവില്ല. പിന്നെയും എന്തിനോ വേണ്ടിയിട്ട് അയാൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ വിജയമാണ് ഞാൻ ചോദ്യം ചെയ്യുന്നത്. എവിടെ നിന്നാണ് വിജയിക്കേണ്ടത്? ഏത് വിജയത്തെയാണ് നമ്മൾ തീരുമാനിക്കേണ്ടത് എന്നാണ് എൻ്റെ ചോദ്യം. ആ ചോദ്യം വളരെ പ്രസക്തമായിട്ടുള്ള കാര്യമാണ്. വിജയം എന്ന് പറയുന്നത് ലോകത്തിനും സ്വയത്തിനും നന്മയുണ്ടാക്കുന്ന കാര്യമാണ്. ഒരിക്കലും ആ പോയിന്റിലേക്കാണ് ഞാൻ പറയുന്നത്. ആ പോയിന്റിലേക്കാണ് ഞാൻ വരുന്നത്. ലോകത്തിനും തനിക്കും നന്മയുണ്ടാക്കുന്ന വിജയം. ആ വിജയത്തിലേക്ക് ഒരാൾക്ക് എത്തണമെങ്കിൽ ആ വിജയത്തെ അയാൾ ശരിയായി കാണേണ്ടതുണ്ട്. അയാൾ മുൻകൂട്ടി നിർവചിക്കേണ്ടതുണ്ട്. ആ ലോൺലിനെസ്സിനെ അയാൾ എങ്ങനെയാണ് നേരിടുന്നത്? ആ ലോൺലിനെസ്സിൻ്റെ അർത്ഥം അയാൾ കണ്ടെത്തുവാണ്. എന്താണ് ഇതുകൊണ്ട് ഞാൻ അർത്ഥമാക്കേണ്ടത്? ഈ ലോൺലിനെസ് എന്നെ എന്താണ് പഠിപ്പിക്കുന്നത്? ഈ ലോൺലിനെസ്സിൽ നിന്ന് ഞാൻ ആരാണ് ആയിത്തീരേണ്ടത്? അയാൾ തിരിച്ചറിയാണ്. അവിടെയാണ് സ്വന്തം ധർമ്മത്തെ അയാൾ മനസ്സിലാക്കുകയാണ്. സ്വധർമ്മം എന്താണ്? ഈ ജീവിതത്തിൽ, ഈ ജീവിതം കൊണ്ട്
എനിക്ക് ഈ ലോകത്ത് ചെയ്യാൻ കഴിയുന്നത്? എല്ലാവർക്കും അതുണ്ട്. ലോകത്ത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന എന്തോ ഉണ്ട്. അതിന് വേണ്ടിയിട്ടാണ് അങ്ങ് പറയുന്നത് പോലെ ഈ യൂണിവേഴ്സ് നമ്മെ ഒരുപക്ഷെ ഈ ഭൂമിയിലേക്ക് ഒരു നിശ്ചിതമായ കാലം ജീവിക്കാൻ അനുവദിച്ചിട്ടുള്ളത്. അപ്പം ഈ ലോൺലിനെസ്സിൽ നിന്ന് ഞാൻ എന്ത് പഠിക്കുന്നു, അതെന്താണ് അർത്ഥമാക്കുന്നത്, അതെന്ത് നിർവചിക്കുന്നു, ആ വിജയത്തിലേക്ക് ഞാൻ എത്തണമെങ്കിൽ ആദ്യം നമ്മൾ സർവൈവൽ മോഡിൽ നിന്ന് സമാധാന മോഡിലേക്ക് മാറേണ്ടതുണ്ട്. നമ്മൾ ശാന്തമായിരിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് നമ്മുടെ ധർമ്മം എന്താണെന്ന് മനസ്സിലാവുകയുള്ളൂ. സ്വധർമ്മ നിധനം ശ്രേയ പരധർമ്മോ ഭയാവഹ എന്ന് പറയും, ഗീതയിൽ പറയുന്നതാണ്. സ്വന്തം ധർമ്മത്തെയാണ് അനുഷ്ഠിക്കേണ്ടത്. അത് ശ്രേയസ്കരമാണ്, നമുക്കെപ്പോഴും അത് സന്തോഷത്തെയും സമാധാനത്തെയും നൽകും. പക്ഷേ മറ്റുള്ളവൻ്റെ ധർമ്മത്തെ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അതെപ്പോഴും ഭയം മാത്രം സൃഷ്ടിക്കും, അരക്ഷിതാവസ്ഥ മാത്രം സൃഷ്ടിക്കും. എന്താണ് മറ്റുള്ളവൻ്റെ ധർമ്മം? മറ്റുള്ളവന് പ്രേരണയായി തീർന്ന എന്തോ അത് ധർമ്മമാണ്. അതാണ് പരധർമ്മം, മറ്റുള്ളവനാൽ പ്രേരിപ്പിക്കപ്പെടുന്നത്. അത് പരധർമ്മമാണ്. അവനവൻ്റെ അകത്തു നിന്ന് ഒരു അൺകവറിങ് പ്രോസസ്സ് പോലെ നമ്മളുടെ അകത്ത് തന്നെ ഞാൻ ആരാണ് ആയിത്തീരേണ്ടതെന്ന് സ്വയം തിരിച്ചറിഞ്ഞ്, ശാന്തമായി തിരിച്ചറിഞ്ഞ് അയാൾ നിർവചിക്കുകയാണ്, ഞാൻ ഇതാണ് ആയിത്തീരേണ്ടത്. ആ നിർവചനത്തിലേക്ക് അയാൾ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. ആ വിജയം ആ വ്യക്തിയുടെ ജീവിതത്തെയും ആ വ്യക്തിയെ തന്നെയും ലോകത്തെ തന്നെയും ഹീൽ ചെയ്യിപ്പിക്കും, സമാധാനത്തിലാക്കും, സന്തോഷത്തിലാക്കും. ലോകത്തെ മാറ്റിമറിച്ചിട്ടുള്ള വിജയികളെല്ലാം തന്നെ ആ പാതയിൽ സഞ്ചരിച്ചവരാണെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് വീണ്ടും ഞാൻ വിജയത്തെ ഡിഫൈൻ ചെയ്യുന്നത്. വിജയം എന്ന് പറയുന്നത് എനിക്കും നന്മയുണ്ടാകുക, എനിക്കും ഫെയിം ഉണ്ടാകുക, എനിക്കും വെൽത്ത് ഉണ്ടാകുക, അതുവഴി ലോകത്ത് നന്മയുണ്ടാക്കുക എന്നുള്ളതാണ്. അതിനൊരു തിരിച്ചറിവ് ആവശ്യമാണ്, ലോൺലിനെസ് ആവശ്യമാണ്. ആ ഒരു ലോൺലിനെസ് ഉണ്ടാകുന്ന റിട്രോസ്പെക്ഷനും ഇൻട്രോസ്പെക്ഷനുമാണ് ആളുടെ ഡ്യൂ കോഴ്സ് ഓഫ് ആക്ഷൻ തീരുമാനിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ലോൺലിനെസ് പ്ലസ് ആക്ഷൻ. അതാണ് വിജയത്തിലേക്ക് നയിക്കുന്നത്. എന്നാൽ ആ ലോൺലിനെസ് എന്ന് പറയുന്ന ആ അവസ്ഥയിൽ ആ വ്യക്തിയുടെ ഏറ്റവും വലിയ കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരി എന്ന് പറയുന്നത് അയാൾ തന്നെയാണ്. തീർച്ചയായിട്ടും പലപ്പോഴും ആളുകൾ ലോൺലിനെസ്സിന് ഭയക്കുകയാണ്. ഒരു നിമിഷം പോലും തനിയിരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് പല ആളുകൾക്കും ഉള്ളത്. അതുകൊണ്ടാണ് ആളുകൾ അധികം സോഷ്യൽ മീഡിയ, കാരണം 8 മണിക്കൂർ വരെ ഒരു ദിവസം ആളുകൾ ശരാശരി ഇന്ത്യക്കാരൻ 4 മുതൽ 8 മണിക്കൂർ വരെ ഒരു മനുഷ്യൻ ഒരു ദിവസം സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ഗാഡ്ജറ്റ്സ് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത്. കാരണം ആ ലോൺലിനെസ്സിനെ ആളുകൾ ഭയക്കുകയാണ്. ആ പക്ഷി വീണ്ടും തൻ്റെ കൂട്ടിലേക്ക് മടങ്ങി വന്നതുപോലെ തന്നെ ആ ഒരു ലോകത്തായിരിക്കാൻ മനുഷ്യൻ ആഗ്രഹിക്കുകയാണ്. എന്നാൽ ഒരു വിജയി എപ്പോഴും തൻ്റെ നിമിഷങ്ങളിൽ ഈ പറയുന്ന ഇൻട്രോസ്പെക്ഷൻ, എനിക്കെന്നെ എങ്ങനെ കറക്റ്റ് ചെയ്യാം, എനിക്കെങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും, എനിക്കെങ്ങനെ എൻ്റെ പഴയ നെഗറ്റീവായ അനുഭവങ്ങളിൽ നിന്ന് മാറി പുതിയൊരു ലോകത്തെ ബിൽഡ് ചെയ്യാം, നന്മയാക്കി മാറ്റാൻ സാധിക്കും. കാരണം ഈ ഇൻട്രോസ്പെക്ഷൻ എപ്പോഴും നല്ലതാണെങ്കിൽ അല്ലെങ്കിൽ പോസിറ്റീവായി ചിന്തിക്കുന്നുണ്ടെങ്കിൽ വലിയൊരു മാറ്റമാണ് ഉണ്ടാകുന്നത്. പക്ഷേ ഇതാണെന്ന് ലോകത്തിന് മിസ്സായിക്കൊണ്ടിരിക്കുന്നത്. ലോൺലിനെസ്സിനെ എങ്ങനെ ഡീപ്പ് വർക്കാക്കി മാറ്റാം, ഡീപ്പായി ചിന്തിച്ചുകൊണ്ട് തനിക്ക് മാറ്റമുണ്ടാക്കാനും ലോകത്തിന് മാറ്റമുണ്ടാക്കാനും എങ്ങനെ ചിന്തിക്കാം. പക്ഷേ എന്താ സംഭവിക്കുന്നത്? ലോൺലിനെസ്സായിരിക്കുമ്പോൾ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, സോഷ്യൽ മീഡിയ, അതിൽ പോയി പുറമേ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചിന്തിക്കുകയും ചെയ്യുകയാണ്. ഇന്ത്യയിലെ അടുത്ത പ്രധാനമന്ത്രി ആരാണ്, അല്ലെങ്കിൽ ആ മുഖ്യമന്ത്രിക്കെതിരെയുള്ള ഗോസിപ്പ് എന്താണ്, ആ നടി എങ്ങോട്ടാണ് പോയത്, ഈ രാഷ്ട്രീയക്കാരൻ എന്താണ് ചെയ്തത്, ആര് കോഴ വാങ്ങി, ഈ സമയങ്ങളൊക്കെയും എങ്ങനെ എൻ്റെ ഉള്ളിലേക്ക് നോക്കുവാൻ സാധിക്കും, എന്നെ തന്നെ മിററായി കാണുന്ന അവസ്ഥയാണ് ഈ ലോൺലിനെസ്സിനെ സോൾitude മാറ്റിയത്. അങ്ങനെയുള്ള വ്യക്തി ഒരിക്കലും താൻ തനിയായി പോകുന്നു എന്ന് ചിന്തിക്കില്ല. ഇല്ല. അപ്പോൾ എപ്പോഴും താൻ്റെ കൂട്ട് താൻ തന്നെയാണ്. അത് വലിയ തിരിച്ചറിവാണ്. എന്നെ സഹായിക്കാൻ, എന്നെ ഹെൽപ്പ് ചെയ്യാൻ, എന്നെ ഗ്രോ ചെയ്യാൻ ഞാൻ തന്നെയാണ് എൻ്റെ ഏറ്റവും ബെസ്റ്റ് മെൻറ്റർ എന്ന തിരിച്ചറിവാണ് ഒരു വിജയിക്ക് എപ്പോഴും ഉണ്ടാകേണ്ടത്. അതായത് അയാളുടെ സ്വയത്തോടൊപ്പമാണ്, ട്രൂ സെൽഫിനൊപ്പമാണ്. അയാളുടെ ട്രൂ സെൽഫിനൊപ്പം ആയിത്തീരുമ്പോഴാണ് അത് സംഭവിക്കുന്നത്. മറ്റത് ഫാൾസ് സെൽഫാണ്. അത് എവിടെ നിന്ന് വരുന്നതാണ്? ഏതൊരു പ്രേരണയിൽ നിന്ന് വരുന്നതാണ്, വേദനിപ്പിച്ചൊരു പ്രേരണയിൽ നിന്ന്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഇൻട്രോസ്പെക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞല്ലോ. ഈ ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്നത് അത്ര ഈസി അല്ല. ഏറ്റവും വളരെ അൺകംഫർട്ടബിൾ ആയിട്ടൊരു പ്രോസസ്സാണത്. മനുഷ്യന് ഏറ്റവും പെയിൻഫുള്ളായിട്ടുള്ളൊരു പ്രോസസ്സാണ്. എങ്ങനെയാണ് നമുക്ക് നമ്മളെ തന്നെ ചോദ്യം ചെയ്യാൻ കഴിയുന്നത്? നമ്മളിലെ ചിന്തകളെ, നമ്മുടെ പെരുമാറ്റ രീതികളെ, നമ്മൾ കാണുന്ന രീതികളെ, നമ്മുടെ മനസ്സിലാക്കലുകളെ നമുക്കെങ്ങനെ ചോദ്യം ചെയ്യാൻ കഴിയും? ഒരു ഇൻസിഡൻ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ഞാൻ ചെയ്ത കുറ്റത്തെ എനിക്ക് എങ്ങനെ എന്നോട് തന്നെ ചോദ്യം ചെയ്തുകൊണ്ട് അത് ശരിയോ തെറ്റോ എന്ന് ചോദിക്കാൻ കഴിയും? എന്തുകൊണ്ടാണ് ആ സമയത്ത് എനിക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നത് എന്ന് എനിക്ക് എങ്ങനെ ചോദിക്കാൻ കഴിയും? അതിന് അസാധാരണമായ ധൈര്യം വേണം, സാധാരണമായ ഊർജ്ജം വേണം. ആ ആത്മധൈര്യത്തിൽ നിന്നാണ് ആ ഇൻട്രോസ്പെക്ഷൻ നടക്കുന്നത്. ആ ഇൻട്രോസ്പെക്ഷനാണ് അയാളെ മാറ്റുന്നത്. അവിടെയാണ് ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നത്.
ഇപ്പോൾ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ഇൻട്രോസ്പെക്ഷനിലൂടെ സംഭവിക്കുന്ന ഒന്നാണ്. അവനവൻ്റെ തന്നെ ചോദനകളെ, പ്രേരണകളെ, ചിന്തകളെ, പെരുമാറ്റങ്ങളെ ഒക്കെ നമ്മൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഉണ്ടാകുന്നൊരു വലിയ മാറ്റമുണ്ട്. ആ മാറ്റം തന്നെയാണ് നമ്മളെ മാറ്റുന്നതും നമ്മുടെ ജീവിതത്തെ മൊത്തത്തിൽ മാറ്റുന്നത്. അവിടെ നമ്മൾ ഒന്നിനും നേരിടാതിരിക്കുകയല്ല ചെയ്യുന്നത്, നേരിട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. സാധാരണ നിലയിൽ എല്ലാവരും ചെയ്യുന്നത് എന്താണ്? തൻ്റെ മുമ്പിലുണ്ടാകുന്ന ഒരു സാഹചര്യത്തെ മറികടക്കാൻ വേണ്ടിയിട്ട് അയാൾ അതിൽ നിന്ന് ഒളിച്ചോടും. എന്നിട്ട് വേറെ എന്തിലേക്കെങ്കിലും ഒക്കെ പോകും. മറ്റുള്ളവരുടെ ശബ്ദത്തെ സ്വന്തം ശബ്ദമായി തിരിച്ചറിയും. ഇപ്പോൾ സമൂഹം പറയുന്നു ഡോക്ടറാകണം, അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കൽ കൗൺസിലർ ആകണം, അല്ലെങ്കിൽ ഒരു എൻജിനീയർ ആകണം, അല്ലെങ്കിൽ ഒരു ട്രെയിനർ ആകണം, അല്ലെങ്കിൽ ഒരു AI എൻജിനീയർ ആകണം എന്നൊക്കെ ലോകം വിചാരിക്കുന്നിടത്തു നിന്ന് അതെൻ്റെ ശബ്ദമാണ്, അതെൻ്റെ ആഗ്രഹമാണെന്ന് തിരിച്ചറിഞ്ഞാൽ പോയി. അത് ലോകത്തിൻ്റെ ആഗ്രഹങ്ങളാണ്, ചുറ്റുപാടുമുള്ളവരുടെ തെറ്റായ ധാരണകളിൽ നിന്ന് അവരുടെ മനസ്സിലാക്കലുകളാണ്. ഇത് എനിക്ക് ചേരുന്നതാണോ എന്ന ചോദ്യം അവിടെ ഉണ്ടാകണം. അവിടെയാണ് ഈ ഇൻട്രോസ്പെക്ഷൻ സംഭവിക്കുന്നത്. ഇതെനിക്ക് ഓക്കെയാണോ? ഞാൻ ഇതിലൂടെ പോയി കഴിഞ്ഞാൽ എന്നെ അത് സംതൃപ്തിപ്പെടുത്തുമോ? അല്ലേ, അതെന്നെ സന്തോഷിപ്പിക്കുമോ? ആത്യന്തികമായ വിജയം ഇതിന് ശേഷവും എനിക്ക് ഈ ലോകത്ത് എന്താണ് സംഭാവനയായിട്ട് അവശേഷിപ്പിക്കുന്നത്? ഈ ലോകത്തിന് ഇതിനെല്ലാം ശേഷം, എൻ്റെ വിജയങ്ങൾക്കെല്ലാം ശേഷം, ഞാനങ്ങ് മരണപ്പെട്ടതിന് ശേഷം ഈ ലോകം പിന്നെ എന്നെ എങ്ങനെയാണ് ഓർമ്മിക്കുന്നത്? എൻ്റെ വിജയത്തിന് ശേഷം അത് ഏതു തരത്തിലുള്ള വിജയവും ആകാം. 2 തരത്തിലുള്ള വിജയങ്ങളാകാം. ഒന്ന് ലോകത്തെ തന്നെ അതിൽ നിന്ന് വളരെ പോസിറ്റീവായി മാറ്റുന്ന, ലോകത്തെ കൂടുതൽ മെച്ചപ്പെടുത്തുന്നൊരു വിജയമാകാം. അല്ലെങ്കിൽ ലോകത്തിന് തന്നെ വളരെ ഭീഷണിയാകുന്നൊരു വിജയവുമാകാം. ഇതിനെല്ലാം ശേഷം, ഈ വിജയിക്ക് ശേഷം, ആ വിജയിയുടെ മരണത്തിന് ശേഷം ആ വിജയിയെ പിന്നീട് ലോകം എങ്ങനെ കൺസിഡർ ചെയ്യുന്നു എന്നൊരു കാര്യമുണ്ട്. എല്ലാ വിജയങ്ങൾക്ക് ശേഷവും ആ വിജയിയെ ലോകം എങ്ങനെ ഓർക്കുന്നു, എങ്ങനെ ഓർമ്മിക്കപ്പെടുന്നു? അതാണ് അതിൻ്റെ ആ വിജയിയുടെ ജീവിതത്തിൻ്റെ മൊത്തത്തിലുള്ള അർത്ഥമായി മാറുന്നത്. കുറേ കാലത്തിന് ശേഷം സ്മരണകളിൽ നിന്നും പോകുന്ന, അല്ലെങ്കിൽ വെറുപ്പോടുകൂടി ഓർമ്മിക്കപ്പെടുന്ന ഒരാളായി, അല്ലെങ്കിൽ കൃതജ്ഞതയോടുകൂടി ഓർമ്മിക്കപ്പെടുന്ന ഒരാളായി, വീണ്ടും പ്രചോദിപ്പിക്കപ്പെടുന്ന ഒരാളായി ആ വ്യക്തിയുടെ ജീവിതം മാറുന്നുണ്ടെങ്കിൽ ആ വിജയമാണ് യഥാർത്ഥ വിജയം. ഇതാണ് ഒരു വിജയി കൊടുക്കേണ്ടി വരുന്ന വില എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും. ഇപ്പോൾ നമ്മിൽ ആരെങ്കിലും ഒരാളുടെ അടുത്ത് പോയിട്ട്, ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്ന ആളാകാം, ഒരു സ്റ്റുഡൻ്റ് ആകാം, അല്ലെങ്കിൽ ഒരു ടീം മെമ്പർ ആകാം, തൻ്റെ ടീം ലീഡറുടെ അടുത്ത് പോയിട്ട് ചോദിക്കുകയാണ്, അല്ലെങ്കിൽ അധ്യാപകൻ്റെ അടുത്ത് പോയിട്ട് ചോദിക്കുകയാണ്, അല്ലെങ്കിൽ തൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് പോയി ചോദിക്കുകയാണ്, ഞാൻ നന്നാകാനായിട്ട് എന്താണ് ചെയ്യേണ്ടത്? എൻ്റെ സ്വഭാവത്തിൽ, എൻ്റെ പ്രസൻറ്റേഷനിൽ, എൻ്റെ രൂപത്തിൽ എന്തെല്ലാം മാറ്റണം വരുത്തേണ്ടത്? ആ ഒരു ചോദ്യം ചോദിക്കാൻ 99.9% ആളുകളും തയ്യാറാകുകയില്ല എന്നുള്ളത് വലിയൊരു ബുദ്ധിമുട്ടാണ്. സ്വയം ചോദ്യം ചോദിക്കുക, സ്വയമായി കണ്ണാടിയിൽ നോക്കുക, യഥാർത്ഥത്തിൽ സ്വയം എൻ്റെ പെരുമാറ്റങ്ങൾ, എൻ്റെ ഭാവങ്ങൾ, എൻ്റെ രീതികൾ, എൻ്റെ കമ്മ്യൂണിക്കേഷൻ, അതിനെ വിലയിരുത്തുക എന്ന് പറഞ്ഞാൽ അതിശക്തനായ വ്യക്തിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഒരു വിജയി എപ്പോഴും തൻ്റെ ലോൺലിനെസ്സിൽ ഇതാണ് ചെയ്യുന്നത്. തൻ്റെ ശക്തിയെ വിലയിരുത്തുക, തൻ്റെ ലക്ഷ്യത്തെ മുന്നിൽ കാണുക, ഈ ലക്ഷ്യത്തിന് വേണ്ടി ഞാൻ എത്രമാത്രം പ്രാപ്തനാണ്, ഞാൻ നന്നാക്കേണ്ടത് എന്തെല്ലാമാണെന്ന നിരന്തരമായ ചിന്തയിലൂടെയാണ് അദ്ദേഹം വിജയത്തിലേക്ക് വരുന്നത്. കാരണം അതൊരു കാര്യം കൂടി ഞാൻ സന്യാസികളെ തിരുത്തി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരു മാസ്റ്റർ എന്ന നിലയിൽ ഞാൻ ചിന്തിക്കുന്നത്, എൻ്റെ വിജയങ്ങൾ, എൻ്റെ നേട്ടങ്ങൾ ഒരിക്കലും നാളെ ലോകം അറിയപ്പെടുന്നതായി മാറണമെന്നല്ല ആഗ്രഹിക്കും. അങ്ങനെ ആഗ്രഹിക്കരുത്. ഒരു വളരെ സിമ്പിളായൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മനോഹരമായ ശില്പി, ഒരു അതിവിദഗ്ധനായ ശില്പി മനോഹരമായൊരു ശില്പം പണിയുകയാണ്. പണിത് കഴിഞ്ഞപ്പോൾ വളരെ മനോഹരമായിരുന്നു. അപ്പോൾ മകൻ ചോദിച്ചു, അച്ഛാ അല്ലെങ്കിൽ അപ്പ, ഈ വലിയ ക്ഷേത്രം നാളെ നിലനിൽക്കുമെന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? അങ്ങ് ഇത്രയും കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ശില്പമുണ്ടാക്കി അല്ലെങ്കിൽ ക്ഷേത്രമുണ്ടാക്കി, നിലനിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഉത്തരം ഇതാണ്, ഇത് നിലനിൽക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് അത്ര പ്രസക്തമായ കാര്യമല്ല. ഈ പ്രവർത്തനത്തിൽ, ഈ കർമ്മത്തിൽ ഇതിനെ ഏറ്റവും മികച്ച് ചെയ്യാൻ സാധിച്ചു. ഇന്നത്തെ ലോകം ഇതിനെ ആസ്വദിക്കുന്നു, ആശീർവദിക്കുന്നു, ഇതിനെ പ്രകീർത്തിക്കുന്നു. എൻ്റെ ഈ പ്രവർത്തനങ്ങളിലുടനീളം സന്തോഷം കണ്ടെത്തുകയും ആനന്ദം കണ്ടെത്തുകയും ഇതിലെനിക്ക് എൻജോയ് ചെയ്യാനും സാധിച്ചു. ഇതാണ് എൻ്റെ ജീവിതം എന്ന് പറയുന്നത്. ഇത് വളരെ ടിപ്പിക്കലായ ഉദാഹരണം നമ്മൾ ദ ഗ്രേറ്റ് അലക്സാണ്ടർ അദ്ദേഹം കാണിച്ചു തന്നത്. അദ്ദേഹം ഇപ്പോഴും ഗ്രേറ്റ് ആയിട്ട് തന്നെ കാണുന്ന ആളാണ് ഞാൻ. അദ്ദേഹം മരണസമയത്ത്, നല്ല ബുദ്ധിയുള്ള സമയത്ത് ഇൻട്രോസ്പെക്റ്റീവ് റെട്രോസ്പെക്റ്റീവ് അദ്ദേഹം പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട്. ഞാൻ മരിക്കുമ്പോൾ എൻ്റെ ശവമഞ്ചം ചുമക്കേണ്ടത് വിഷഗ്വരന്മാരായിരിക്കണം, ഡോക്ടേഴ്സ് ആയിരിക്കണം. കാരണം ലോകത്തിലെ ഒരു വൈദ്യനോ ഒരു മരുന്നിനോ നമ്മുടെ മരണത്തെ തടയുവാൻ സാധിക്കില്ല.
രണ്ടാം അദ്ദേഹം പറഞ്ഞു, ഞാൻ പോകുന്ന വഴികളിലെല്ലാം സ്വർണ്ണങ്ങളും ആഭരണങ്ങളും വിതരണം. കാരണം ഞാൻ ഉണ്ടാക്കിയ പണമോ ഉണ്ടാക്കിയ ധനമോ എന്നെ രക്ഷിക്കാനോ എൻ്റെ മരണത്തെ തടയുവാനോ സാധിക്കില്ല. മൂന്നാം അദ്ദേഹം പറഞ്ഞു, എൻ്റെ ശവമഞ്ചത്തിൽ 2 വശത്തും തുളയുണ്ടാക്കി എൻ്റെ 2 കൈകളും പുറത്തേക്ക് മലർത്തിയിടണം. കാരണം ഞാൻ ഇത്രയും സമ്പാദിച്ചു, അധികാരവും രാജ്യങ്ങളും എല്ലാം സമ്പാദിച്ചു, ഒന്നും കൊണ്ടുപോകുന്നില്ല എന്നുള്ളത്. ഇതാണൊരു മഹാനായിട്ടുള്ള ഗ്രേറ്റ് സക്സസ് ആയിട്ടുള്ള ആൾ ലോകത്തോട് വിളിച്ചു പറയുന്ന സത്യം. തൻ്റെ ലോൺലിനെസ്സും തൻ്റെ ഏകാന്തതയും അദ്ദേഹം വിജയത്തിനായി മാറ്റിയെങ്കിലും എനിക്കൊന്നും കൊണ്ടുപോകാനില്ല, ഞാനൊരു ശൂന്യനായി തന്നെയാണ് ജീവിക്കുകയും മരിക്കുകയും ചെയ്യുന്നത്. ശൂന്യത എന്ന് പറയുന്നത് ഒരു വിജയിയുടെ കൂട്ടുകാരനാണ്, അല്ലെങ്കിൽ ലോൺലെസ് എന്ന് പറയുന്നത് ഒരു വിജയിയുടെ ഹൈ പെർഫോമറുടെ കൂട്ടുകാരനാണ് എന്നുള്ള യാഥാർത്ഥ്യമാണ് ഇവിടെ അദ്ദേഹം വരച്ചു കാട്ടുന്നത്. തീർച്ചയായിട്ടും ഈ സന്യാസിയെ പറ്റി പറഞ്ഞല്ലോ, അതായത് അദ്ദേഹം തൻ്റെ വിജയം അല്ലെങ്കിൽ ഒരു വ്യക്തി അയാളുടെ ജീവിതത്തിൽ ആരായിത്തീരണമെന്ന് ആഗ്രഹിക്കുന്നത് ലോകത്തിന് എന്തെങ്കിലും നന്മ നൽകണമെന്ന് ആഗ്രഹിച്ചല്ല. ഞാൻ പറയുന്നത് അയാളുടെ ലക്ഷ്യങ്ങളെ ആകുന്നില്ല. ലോകത്തിന് എൻ്റെ ഈ പ്രവൃത്തി കൊണ്ട് എന്തെങ്കിലും ഗുണം ചെയ്യണമെന്ന് അയാൾ ആഗ്രഹിക്കുകയല്ല ചെയ്യുന്നത്. അയാളങ്ങനെ ചിന്തിക്കുന്നേ ഇല്ല. പക്ഷേ അയാൾ യഥാർത്ഥത്തിൽ എന്താണോ ആയിത്തീരേണ്ടത് അത് എന്ന് അയാൾ സ്വയം അയാളിൽ നിന്ന് തന്നെ കണ്ടെത്തുക ചെയ്യുന്നത്. ആ ഒരു അൺകവറിങ് പ്രോസസ്സാണ് സംഭവിക്കുന്നത്. അയാളുടെ ഉള്ളിൽ തന്നെ അതുണ്ട്. എന്തോ ആയിത്തീരാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അയാൾ എന്തോ ആണ്, ആ ആയിരിക്കുന്ന അതിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അയാൾ അവിടെ സ്വയം തിരിച്ചറിയുന്നത്. എൻ്റെ ധർമ്മം എന്താണ്, ഞാൻ ആരാണ് ആയിത്തീരേണ്ടത്, എന്താണ്, എന്തിലേക്കാണ് ഞാൻ എത്തേണ്ടത്. ആ തിരിച്ചറിവ് അയാളെ അതിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ആ തിരിച്ചറിവിലുടനീളം അയാളുടെ യാത്ര എന്ന് പറയുന്നത് അയാളെ നിരന്തരമായി സംതൃപ്തിപ്പെടുത്തുന്നതും അയാളെ നിരന്തരമായി പ്രചോദിപ്പിക്കുന്നതും അയാൾക്ക് നിരന്തരമായി സന്തോഷവും സമാധാനവും സംതൃപ്തിയും നൽകുന്നതുമാണ്. ആ യാത്രയുടെ ഒടുവിൽ അയാളുടെ വിജയം എന്ന് പറയുന്നത് അയാൾക്കും ലോകത്തിനും തന്നെ വലിയ വെളിച്ചമായി മാറുവാണ്. അപ്പോൾ മുൻകൂട്ടി തീരുമാനിക്കപ്പെട്ട ലോകത്തിന് വെളിച്ചമായി മാറണമെന്ന് ആഗ്രഹിക്കുകയല്ല ചെയ്യുന്നത്. ആ വിജയത്തിന് ശേഷം അയാളുടെ വിജയം തന്നെ, അയാളുടെ നേട്ടം തന്നെ ലോകത്തിന് വെളിച്ചമായോ ലോകത്തിന് പുതിയ എന്തെങ്കിലുമായിട്ടോ മാറുകയാണ് ചെയ്യുന്നത്. അയാൾ അങ്ങനെ ഒരു ലക്ഷ്യമേ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ അതിലേക്ക് എത്തണമെങ്കിൽ യഥാർത്ഥത്തിൽ അയാൾ സർവൈവൽ മോഡിൽ നിന്ന് ഏറ്റവും സ്വസ്ഥനായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് സ്വയം ഈ ലോൺലിനെസ്സിനെ തന്നെ മനസ്സിലാക്കി, അതിൻ്റെ അർത്ഥത്തെ മനസ്സിലാക്കി, ഇതിൽ ഞാൻ ആരാണ്ട് ആയി തീരേണ്ടതെന്ന് തിരിച്ചറിഞ്ഞ് മുന്നോട്ടുള്ള യാത്ര തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. ഈ ചർച്ചയിൽ 2 ചോദ്യം കൂടി ചോദിച്ചുകൊണ്ട് മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കുകയാണ്. ഒരു ചോദ്യമാണ്, ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള വിജയ് അദ്ദേഹം ലോൺലി ആണെന്ന് പറയുകയാണ്. അപ്പോൾ ചോദ്യമുണ്ട്, അദ്ദേഹത്തിനൊരു പാർട്ട്ണറെ വേണ്ടേ? വിജയിക്കാൻ ഒരു പാർട്ട്ണർ ആവശ്യമാണ്. രണ്ടാമത്തെ ചോദ്യം, വിജയ് എന്ന് പറയുന്നത് ലോൺലിയാണ്, അദ്ദേഹത്തെ എല്ലാവരും ഇഷ്ടപ്പെടണമെന്നുണ്ടോ? ഈസ് ദ പേഴ്സൺ ഈസ് ബീങ് ലൈക്ക് ബൈ എവരി വൺ, ഓർ എ സക്സസ്ഫുൾ പേഴ്സൺ നീഡ്സ് എ പാർട്ട്ണർ? ഇപ്പോൾ ഇതൊരു വളരെ ചിന്തിക്കേണ്ട കാര്യമാണ്. പല വിജയിച്ച ആളുകളും പറയും, എൻ്റെ പാർട്ട്ണറായിരുന്നു എൻ്റെ വിജയത്തിൻ്റെ രഹസ്യം. പക്ഷേ ലോകത്തിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, ജീവിതത്തിൽ ലൈഫ് പാർട്ട്ണർ ഇല്ലാത്ത ധാരാളം ആളുകൾ വലിയ വിജയം കൈവരിച്ചിട്ടുണ്ട്. ലോകം അറിയപ്പെടുന്ന പ്രശസ്തരായിട്ടുള്ള പല ആളുകളും ജീവിത പങ്കാളി ഇല്ലാതെ വിജയിച്ചു വന്ന ആളുകളാണ്. ഈ ഒരു ചോദ്യം വളരെ പ്രസക്തമായിട്ടുള്ള ഈ കാലഘട്ടത്തിന് വളരെ പ്രസക്തിയുള്ള കാര്യമാണ്. കാരണം ഈ കാലഘട്ടത്തിൽ വിവാഹം എന്ന് പറയുന്ന ആശയം തന്നെ വലിയ പ്രസക്തിയില്ല എന്ന് ആളുകൾ ചിന്തിക്കുന്നുണ്ട്. മാത്രമല്ല ധാരാളം ആളുകൾ വിവാഹം വേണ്ട എന്ന് തീരുമാനിച്ച് സോളിറ്റ്യൂഡായി അല്ലെങ്കിൽ ഏകരായി ജീവിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ പലപ്പോഴും ഈ ഒരു ചോദ്യവും ചിന്തിക്കേണ്ട ആവശ്യമാണ്. വിജയിയാകാൻ ആഗ്രഹിക്കുന്ന ആൾ ഒരു പാർട്ട്ണറെ തേടണമോ, പാർട്ട്ണർ വേണമോ, അതെയോ ഒരു ഏകാന്തമായി തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി തൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം താൻ തന്നെയാണ് മെനയേണ്ടതെന്നും താൻ തന്നെയാണ് ബിൽഡ് ചെയ്യേണ്ടതെന്നും അതിൽ മറ്റുള്ള ആളുകൾ കൂട്ടണമെങ്കിൽ കൂടെയും താൻ തന്നെയാണ് അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്നുള്ള ഒരു ചിന്തയുണ്ട്. പലപ്പോഴും ഈ ഇമോഷണൽ അൺഅവൈലബിലിറ്റി എന്ന് പറയുന്ന ആശയങ്ങളൊക്കെ നമുക്ക് കേട്ടിട്ടുണ്ടാവും. പാർട്ട്ണറിൽ ആശ്രയം കണ്ടെത്തുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അത് ഭാര്യയാകാം, ഭർത്താവാകാം, കാമുകിയാകാം, കാമുകനാകാം. അവർ തങ്ങളുടെ ഇമോഷൻസിനെ ഇറക്കി വയ്ക്കാനായിട്ടുള്ളൊരു തണലായും താങ്ങായും കാണുന്ന ഇമോഷണൽ വീക്ക്നെസ് എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം. അല്ലെങ്കിൽ മനസ്സിന് കരുത്തില്ലാത്ത, എനിക്കൊരു പാർട്ട്ണർ വേണം, എനിക്കൊരു സഹായം വേണം, എന്നെ സഹായിക്കാൻ, എൻ്റെ വിഷമങ്ങൾ പറയാൻ ലൈഫിലൊരു പാർട്ട്ണർ വേണം, എന്നാൽ മാത്രമേ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. എനിക്കൊരു പാർട്ട്ണർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഏകാന്തത അനുഭവിക്കുകയാണ്, എനിക്കൊരു ഭാര്യ ഭർത്താവ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ദുഃഖിക്കുകയാണ്. ഇങ്ങനെയുള്ള ചിന്താഗതിയിലൂടെ പോകുന്ന ഒരാൾക്ക് ഒരിക്കലും മാനസികമായി കരുത്താർജിച്ച വ്യക്തിത്വമായി മാറുവാൻ സാധിക്കില്ല. അതിനെ 2 ആംഗിളായി തന്നെ കാണേണ്ടതാണ്.
കാരണം ഒരു കുടുംബജീവിതം അല്ലെങ്കിൽ ഭാര്യ ഭർത്തൃ ബന്ധം എന്ന് പറയുന്നത് അതിനെ ആ ആംഗിളിൽ കാണുകയും പക്ഷേ ഞാൻ നിർമ്മിക്കാൻ പോകുന്ന സാമ്രാജ്യം, ഈ പറയുന്ന ലോകത്തിൻ്റെ നന്മ, അതല്ലെങ്കിൽ ലോകത്ത് കൊടുക്കാൻ പോകുന്ന വലിയ നന്മ, അത് ആണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമെന്നും എനർജിയെന്നും ഫ്യൂലെന്നും തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഒരു വ്യക്തി മുന്നോട്ട് പോകേണ്ടത്. ഒരു പാർട്ട്ണർ ഇല്ലാത്തത് കൊണ്ടോ പാർട്ട്ണർ ഇമോഷണലി അൺഅവൈലബിൾ ആയതുകൊണ്ടോ തൻ്റെ വിജയത്തെ നിശ്ചയിക്കാനായിട്ട് ഒരിക്കലും ഒരു വ്യക്തിക്ക് ഇടവരരുത്. ഒരു ഹൈ പെർഫോമിംഗ് ആയിട്ടുള്ള മാസ്റ്റർ ആയിട്ടുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾ എപ്പോഴും തന്നെ യാത്ര ഏകനായി സഞ്ചരിക്കാൻ തയ്യാറായിട്ടുള്ള മനഃശക്തിയും മനസാന്നിധ്യവും മനക്കരുത്തും ഉള്ള ഒരാളായിരിക്കണം എന്നുള്ളതാണ് ഒരു മാസ്റ്റർ നിലയിൽ എനിക്ക് ചിന്തിക്കാൻ സാധിക്കുന്നത്. ലോൺലിനെസ്സിലായിരിക്കുന്ന ഒരാൾക്കൊപ്പം അയാളുടെ സഹപങ്കാളിയായി ജീവിതം തുടരാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്കൊരിക്കലും സമാധാനം ഉണ്ടാവില്ല. കാരണം ഇമോഷണൽ അൺഅവൈലബിലിറ്റിയെ പറ്റി പറഞ്ഞു. അയാളെപ്പോഴും അയാളുടെ ലോൺലിനെസ്സിൽ തന്നെ തുടർന്ന് പോകുമ്പോൾ അയാൾക്ക് എങ്ങനെയാണ് തൻ്റെ കൂടെയുള്ളവരെ ചേർത്ത് പിടിക്കാൻ കഴിയുന്നത്? അയാൾക്ക് എങ്ങനെയാണ് തൻ്റെ കൂടെയുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാകുന്നത്, അവരുടെ ആവശ്യങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്നത്, അവരുടെ പ്രതീക്ഷകൾ തിരിച്ചറിയാൻ കഴിയുന്നത്, അവരുടെ സഫറിങ്സിനെ മനസ്സിലാക്കാൻ കഴിയുന്നത്? അപ്പോൾ ലോൺലി ആയിരിക്കുന്ന ഒരാൾക്കൊപ്പം ഒരു പങ്കാളി ജീവിതം ആരംഭിക്കുകയാണ് എങ്കിൽ ആ പങ്കാളി നിരന്തരമായി ഇമോഷണൽ സഫറിങ്സിലായിരിക്കും, ഇമോഷണലി എപ്പോഴും ഒറ്റപ്പെട്ട അവസ്ഥയിലായിരിക്കും. അപ്പോൾ ഒരൊറ്റ ജീവിതത്തിൽ ഒരാൾ ലോൺലിനെസ്സിലായിരിക്കെ മറ്റേയാൾക്ക് അയാൾക്കൊപ്പം ജീവിതം എന്ന് പറയുന്നത് അസാധ്യമാണ്. അവിടെ രണ്ടുപേരും ലോൺലി ആയി തന്നെ തുടർന്ന് പോവുകയാണ് ചെയ്യുന്നത് പാരലലായിട്ട്. ഒരാൾ ലോൺലിനെസ്സിൽ അയാളുടെ വിജയത്തിന് വേണ്ടി പോകുന്നു, മറ്റേയാൾ ഈ ആളിൽ നിന്ന് എപ്പോഴെങ്കിലും ഒരു സ്നേഹമോ കരുതലോ കൺസിഡറേഷനോ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് അയാൾക്കൊപ്പം ലോൺലിയായി തന്നെ തുടർന്ന് ജീവിതം പോകുന്നു. ഇതിന് ഇടയിൽ ഏതോ ഒരാൾക്ക് ജീവിതം നഷ്ടപ്പെടുന്നുണ്ട്, സമാധാനം നഷ്ടപ്പെടുന്നുണ്ട്. അത് മിക്കവാറും ഇയാൾക്കൊപ്പമുള്ള ഇയാളുടെ സഹപങ്കാളിയുടെ ഇത് മാത്രമായിരിക്കും. അയാൾക്ക് മാത്രമാണോ നഷ്ടം സംഭവിക്കുന്നത്? കാരണം മറ്റേയാൾക്ക് ലോൺലിനെസ് എന്ന് പറയുന്നത് അയാൾക്ക് ഓക്കെയാണ്, അയാൾ അവിടെ ഓക്കെയാണ്. പക്ഷേ ഇയാളിൽ നിന്ന് സ്നേഹവും കരുതലും ഒരുപാട് പ്രതീക്ഷകളും അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളെ സംബന്ധിച്ച് അയാളാണ് യഥാർത്ഥത്തിൽ ആ ലോൺലിനെസ്സിനെ ദുരിതമാക്കി മാറ്റുന്നത്. അയാൾക്ക് ജീവിതം എന്ന് പറയുന്നത് ഇമോഷണലി നിരന്തരമായി ഉണ്ടാകുന്ന ഡിസ്ട്രെസ്സാണ്. ഈ വൈകാരികമായ ദുരിതങ്ങളിലൂടെ അയാളുടെ യാത്ര അങ്ങനെ മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ലോൺലിനെസ്സിലായിരിക്കുന്ന ഒരാൾ വിവാഹം കഴിക്കാതിരിക്കുക എന്ന് പറയുന്നത് ഏറ്റവും ഉചിതമായ ഒരു കാര്യമാണ്. പലപ്പോഴും അയാളുടെ മുമ്പിൽ വിജയമാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ അയാൾ മറ്റൊരാളുടെ ജീവിതത്തെ തന്നിലേക്ക് വലിച്ചു വയ്ക്കാതിരിക്കുക. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നത്, ലോൺലിനെസ്സിലായിരുന്നു കൊണ്ട് വിജയത്തിലേക്ക് എത്തിപ്പെടുക എന്ന് പറയുന്നത് ആണ് ലോകത്തിന് അപകടം ചെയ്യുന്നത്. ലോൺലിനെസ്സിൽ നിന്ന് സോളിറ്റ്യൂഡിലേക്ക് മാറിയിട്ട് എൻ്റെ തന്നെ ലക്ഷ്യത്തെ ഞാൻ വിഭാവനം ചെയ്ത് എൻ്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞ് സോളിറ്റ്യൂഡിലായിരുന്നു കൊണ്ട് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ എനിക്കുണ്ടാകുന്ന ഫെയിലിയർ എന്ന് പറയുന്നത് ഞാൻ ആ സമയത്ത് കൊളാപ്സ്ഡ് ആവില്ല. എൻ്റെ മുമ്പിലുണ്ടാകുന്ന പരാജയത്തെ ഞാൻ വീണ്ടും അവിടെ പരാജയം അതിൻ്റെ എല്ലാ അർത്ഥത്തിലും തിരിച്ചറിഞ്ഞുകൊണ്ട് വീണ്ടും മുന്നോട്ട് പോകും. പക്ഷേ ലോൺലിനെസ്സിലായിരിക്കുന്ന ഒരാൾക്ക് പരാജയം എന്ന് പറയുന്നത് പലപ്പോഴും കൂടുതൽ ബുദ്ധിമുട്ടുള്ളതാകാനുള്ള സാധ്യത വീണ്ടും കൂടുതലാണ്. കാരണം അയാളെ സംബന്ധിച്ച് പുറത്ത് കിട്ടേണ്ടുന്ന എന്തൊക്കെയാണ് ആ പ്രേരണ, അയാളുടെ ആ യാത്രയ്ക്ക് പ്രേരണയാകുന്നത്. അപ്പോൾ ആ പരാജയം അയാൾക്ക് വീണ്ടും വല്ലാത്തൊരു ട്രോമയായി മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ലോൺലിനെസ്സിൽ നിന്ന് സോളിറ്റ്യൂഡിലേക്ക് മാറി സോളിറ്റ്യൂഡിലാണ് അയാളുടെ വിജയം യഥാർത്ഥത്തിൽ സാധ്യമാക്കേണ്ടത്. സോളിറ്റ്യൂഡ് അയാൾ സ്വയം തിരഞ്ഞെടുക്കുന്ന യാത്രയാണ്. അയാൾ അവിടെ തന്നെ ആ ഏകാന്തതയെ പ്രണയിച്ച് ആ ഏകാന്തതയുമായി താതാത്മ്യപ്പെട്ട് ആ ഏകാന്തതയുമായി ലയിച്ച് ആ ഏകാന്തതയെ ആസ്വദിച്ച് എൻജോയ് ചെയ്ത് അയാൾ എന്താണോ അതായിത്തീരുവാണ് ചെയ്യുന്നത്. ആ ആയിത്തീരലിൽ അയാളും ലോകവും അതോടുകൂടി ഒന്നാകുകയാണ് ചെയ്യുന്നത്. നമ്മൾ ചർച്ച ചെയ്യുന്നത് ലോൺലിനെസ്സിനെ മറികടക്കാൻ വിജയിക്കുക എന്നുള്ളതല്ല. വിജയിയാൾ ലോൺലിനെസ് അനുഭവിക്കുന്നു, പക്ഷേ ആ ലോൺലിനെസ്സിനെ അദ്ദേഹം സോളിറ്റ്യൂഡായി കാണുന്നു. പക്ഷേ ജീവിതത്തിൽ പരാജയപ്പെട്ട ആൾ ലോൺലിനെസ്സിനെ ഒരു ലോൺലിനെസ്സിന് ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കാനായി സോഷ്യൽ മീഡിയയും മറ്റ് പല മാധ്യമങ്ങളും കാണുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, വിജയ് ഒരിക്കലും കുടുംബബന്ധം വേണ്ടായെന്നോ ഭാര്യ ഭർത്താവ് അല്ലെങ്കിൽ അത്തരം ബന്ധം വേണ്ടായോ എന്നുള്ളതല്ല, പക്ഷേ ഇമോഷണൽ സപ്പോർട്ട് സിസ്റ്റമായി അതിനെ കാണാതിരിക്കുക. തീർച്ചയായിട്ടും ഒരു സെൽഫ് റിലയൻ്റ് ആയിട്ടുള്ള ആളായിട്ടാണ് ഒരു സക്സസ്ഫുള്ളായ ആൾ മാറേണ്ടത്. അല്ലാതെ ഭാര്യ അതല്ലെങ്കിൽ ഭർത്താവ് അതല്ലെങ്കിൽ കുടുംബം അല്ലെങ്കിൽ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ഒരു സപ്പോർട്ട് സിസ്റ്റം അല്ല. അതാണ് എങ്ങനെ എനിക്ക് തനിയെ നിൽക്കാൻ സാധിക്കും? ഈവൻ ഒരു കുടുംബ ബന്ധത്തിലുള്ള ആളാണെങ്കിൽ കൂടെയും തനിക്ക് തൻ്റേതായിട്ടുള്ള എലോൺ ടൈമുണ്ട്. പലപ്പോഴും ഒറ്റയ്ക്ക് തീരുമാനമെടുക്കേണ്ടതായിട്ടുള്ള ധാരാളം സാധ്യത കടന്നു വരുന്നുണ്ട്. അവിടെ അദ്ദേഹത്തിന് മാത്രമേ തീരുമാനമെടുക്കാൻ കഴിയുകയുള്ളൂ. ഇവിടെയാണ് പറയുന്നത്, ഒരു വലിയ ലക്ഷ്യമുള്ള ആൾ ഒരു പാർട്ട്ണറെ കണ്ടെത്തുന്നുണ്ട് എങ്കിൽ
തൻ്റെ ലക്ഷ്യത്തിലേക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാൻ തുഴയാൻ സാധിക്കുന്നൊരു സഹയാത്രികനായി സഹതുഴക്കാരനായി മാറാൻ സാധിക്കുന്നൊരു കോ ഫൗണ്ടർ കൂടിയാണ്. ഞാൻ ലക്ഷ്യം സ്ഥാപിച്ചിട്ടുണ്ട്, എൻ്റെ ലക്ഷ്യം ഇതാണ്, എൻ്റെ മിഷൻ ഇതാണ്, ഞാൻ അതിനെ നേടാനായുള്ള യാത്രയിൽ എൻ്റെ കൂടെ തുഴയുന്ന, കൂടെ ഡ്രൈവ് ചെയ്യുന്ന, കൂടെ യാത്ര ചെയ്യുന്ന ആളാണോ? അതെയോ എൻ്റെ ഇഷ്ടങ്ങളും എൻ്റെ ആഗ്രഹങ്ങളും എൻ്റെ ലക്ഷ്യങ്ങളും ഒന്നും അവർക്ക് കോമൺ ആയിട്ടൊന്നുമില്ല? ഇവിടെയാണ് ഇമോഷണൽ അൺഅവൈലബിലിറ്റി എന്ന് പറയുന്ന ആശയമെല്ലാം വരുന്നത്. കാരണം പരസ്പരം കണക്ട് ചെയ്യാൻ കഴിയുന്ന ആശയങ്ങളില്ല. അപ്പോൾ അതുകൊണ്ട് എസ്പെഷ്യലി ബിസിനസ് ചെയ്യുന്ന ആളുകൾ എപ്പോഴും വീണ്ടും വീണ്ടും പറയുന്ന കാര്യമാണ്, ഇഫ് യു മാരി സമ്മൺ, ഇഫ് യു ഫൈൻഡ് എ പാർട്ട്ണർ, എൻഷുർ ദാറ്റ് പേഴ്സൺ ഈസ് ലൈക്ലി ടു ട്രാവൽ വിത്ത് യു. ആ ജേർണിയിൽ പങ്കാളിയാകാൻ കഴിയുന്ന ഒരാളെ മാത്രമേ പാർട്ട്ണറാക്കാൻ സാധിക്കുകയുള്ളൂ. ശരിക്കും ഈ ലോൺലിനെസ്സിൽ നിന്ന് ഡിസ്ട്രാക്റ്റഡ് ആകുമ്പോഴാണ് പലപ്പോഴും മറ്റ് ഒരാൾ ലേസി ആയിരിക്കുന്നതും ആ ലോൺലിനെസ്സിനെ തന്നെ നേരിടാൻ കഴിയാതെ മറ്റെന്തെങ്കിലേക്കെങ്കിലുമൊക്കെ മാറി അയാൾ ജീവിക്കുന്നതും അലസമായി ജീവിക്കുന്നതും ഒക്കെ എന്നാണല്ലോ നമ്മൾ പറയുന്നത്. നമ്മൾ സംസാരിച്ചു പോയൊരു കാര്യമാണത്. ലോൺലിനെസ്സിൽ നിന്ന് ഡിസ്ട്രാക്റ്റഡ് ആകുമ്പോൾ അയാൾ ജീവിതത്തിൽ സമ്പൂർണ്ണമായും പരാജയപ്പെടുകയാണ്. ആ ലോൺലിനെസ്സിനെ തന്നെ ഉപയോഗിക്കുമ്പോൾ, അതിനെ തന്നെ ഊർജ്ജമാക്കി മാറ്റുമ്പോൾ അയാൾ വിജയിക്കുകയാണ്. പക്ഷേ ഈ ലോൺലിനെസ് തന്നെ ഡിസ്ട്രാക്ഷനാണ്. ഈ ലോൺലിനെസ് തന്നെ ഡിസ്ട്രാക്ഷനാണ്. എന്തിൽ നിന്നോ ഉള്ള വ്യതിചലനമാണത്. എന്തുകൊണ്ടാണത് സംഭവിക്കുന്നത്? ലോൺലിനെസ് എന്ന് പറയുന്നത് അയാളുടെ മുമ്പിൽ ഉണ്ടായ ഒരു ഇൻസിഡൻറ്റിനെ അല്ലെങ്കിൽ ഒരു ഹേർട്ടിനെ അയാൾ ഇൻ്റർപ്രറ്റ് ചെയ്തതിൽ നിന്നാണ് ആ ലോൺലിനെസ് ഉണ്ടാകുന്നത്. അൺകോൺഷ്യസ്ലി അയാൾക്കുണ്ടായ വേദനയെ അയാൾ ഇൻ്റർപ്രറ്റ് ചെയ്ത് അതൊരു ലോൺലിനെസ്സായി അൺകോൺഷ്യസ്ലി മാറുകയും ആ ലോൺലിനെസ്സിൽ അയാൾ തളയ്ക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ലോൺലിനെസ് തന്നെ ആയിരുന്ന അവസ്ഥയിൽ നിന്ന്, ആയിത്തീരേണ്ട അവസ്ഥയിൽ നിന്ന് ഉള്ള ഒരു ഡിസ്ട്രാക്ഷനാണ്. ലോൺലിനെസ് തന്നെ ഡിസ്ട്രാക്ഷനാണ്. അപ്പോൾ ലോൺലിനെസ് തന്നെ ഡിസ്ട്രാക്ഷൻ ആയിരിക്കുമ്പോൾ ലോൺലിനെസ്സിലല്ല തുടരേണ്ടത്, പകരം സോളിറ്റ്യൂഡിലാണ് തുടരേണ്ടത്. അപ്പോൾ ലോൺലിനെസ്സിനെ തന്നെ സ്വയം തിരിച്ചറിഞ്ഞ് ഈ ലോൺലിനെസ്സിൻ്റെ അർത്ഥം എന്താണെന്ന് അറിഞ്ഞ് അതിനെ മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് ആ യാത്രയെ ഡിഫൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അവിടെയാണ് അയാൾ ആയിത്തീരേണ്ടതിലേക്ക് എത്തുന്നത്. ഈ എലോണായിട്ടുള്ള സോളിറ്റ്യൂഡായിട്ടുള്ള സക്സസ്ഫുൾ ജേർണിയിൽ എപ്പോഴും നമുക്ക് ആളുകൾ സംതൃപ്തിപ്പെടുത്താൻ സാധിക്കില്ല എന്നുള്ള വലിയൊരു ചോദ്യം കൂടി ഞാൻ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതെ. പലപ്പോഴും ഒരു സന്യാസി അതല്ലെങ്കിൽ സ്പിരിച്വൽ ആംഗിൾ ആളുകൾ ചിന്തിക്കുന്നത് എല്ലാവരെയും ഉൾക്കൊള്ളുക, എല്ലാവരെയും സംതൃപ്തിപ്പെടുത്തുക, ഒരു ഫാമിലിയായി ഒരു സിസ്റ്റത്തെ മെയിൻറ്റെയിൻ ചെയ്യുക. പക്ഷേ ഇവിടെ ഒരു സ്പിരിച്വാലിറ്റി വേഴ്സസ് സിസ്റ്റം ഫൈറ്റാണ് നടക്കാൻ പോകുന്നത്. കാരണം ഒരു ഭാഗത്ത് ആളുകൾ ആഗ്രഹിക്കുന്നു എന്നെ കംഫർട്ടബിൾ ആക്കുക, എനിക്ക് സമാധാനം നൽകുക, എനിക്ക് സന്തോഷം നൽകുക, എന്നെ സുഖമായി പരിഗണിക്കുക എന്നെല്ലാമാണ് ആളുകൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡർ അല്ലെങ്കിൽ ഒരു സക്സസ്ഫുള്ളായ ആളെപ്പോഴും ഒരു സ്പിരിച്വാലിറ്റി എന്നുള്ള ആംഗിളിനേക്കാൾ ഈ സിസ്റ്റത്തെ എങ്ങനെ നിലനിർത്താം, സിസ്റ്റത്തെ എങ്ങനെ ബിൽഡ് ചെയ്യാമെന്നാണ് ചിന്തിക്കുന്നത്. അപ്പോൾ പലപ്പോഴും എല്ലാവരും സന്തോഷിപ്പിക്കാൻ സാധിക്കുകയില്ല, എല്ലാവരെയും സംതൃപ്തിപ്പെടുത്താൻ സാധിക്കുകയില്ല. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യങ്ങളും അദ്ദേഹത്തിൻ്റെ ആ വലിയ പ്രസ്ഥാനം ബിൽഡ് ചെയ്യുന്നതുമായിട്ടുള്ള യാത്രയിൽ എല്ലാവരും അദ്ദേഹത്തെ ഇഷ്ടപ്പെടണമെന്നില്ല. അതും ഒരു വിജയി കൊടുക്കേണ്ടി വരുന്ന വലിയ വിലയാണ്. ഈ ലോൺലി എന്ന് പറയുന്നത് ഈ മുകളിലേക്ക് ഉയർന്നു പോകുമ്പോൾ ഫിൽറ്റർ പോലെയാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. നാം ചിന്തിക്കുന്നത് പോലും ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല, നാം പറയുന്ന മറ്റുള്ളവർക്ക് ചിന്തിക്കാൻ സാധിക്കില്ല, നാം ലക്ഷ്യങ്ങൾ പോലും അവർക്ക് ചിന്തിക്കാനോ അതല്ലെങ്കിൽ അത് പ്രാവർത്തികമാക്കുന്ന യാത്രയിൽ കൂടെ നിൽക്കാനോ സാധിക്കില്ല. അപ്പോൾ റെസിസ്റ്റൻസ് ഓഫ് ചേഞ്ച് വരും. ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങും, കുറ്റം പറയാൻ തുടങ്ങും, കളിയാക്കാൻ തുടങ്ങും, നീ ചെയ്യുന്നതെന്ന് കാണട്ടെ എന്ന് പറയും. അപ്പം അതുകൊണ്ട് ഒരു CEO അതല്ലെങ്കിൽ ഒരു വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡർ എപ്പോഴും നേരിടുന്ന വലിയൊരു വെല്ലുവിളിയാണ് തന്നെ ആളുകൾ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത്. അപ്പം അതുകൊണ്ട് ഒരിക്കലും ഒരു സക്സസ്ഫുള്ളായ ആളുകൾ ചെയ്യേണ്ടത് മറ്റുള്ളവർ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളത് അല്ല വിഷയം. ഇപ്പോൾ സ്നേഹം അല്ലെങ്കിൽ എമ്പതി അതല്ല അദ്ദേഹത്തിൻ്റെ വിഷയം. അദ്ദേഹത്തെ സംബന്ധിച്ച് തൻ്റെ ലക്ഷ്യത്തെ എങ്ങനെ വിജയിപ്പിക്കാൻ സാധിക്കും, തൻ്റെ ബിസിനസ് ഗോളാകട്ടെ അതല്ലെങ്കിൽ തൻ്റെ പേഴ്സണൽ പ്രൊഫഷണൽ ഗോളാകട്ടെ, അതിനെ വിജയിപ്പിക്കാനായിട്ടുള്ള യാത്രയിൽ ചിലപ്പോൾ നല്ല പാർട്ട്ണർ അല്ലെങ്കിൽ അതിനെ കൂടി ഉപേക്ഷിക്കേണ്ടതായി വരാം, നല്ല കൂട്ടുകാരല്ലെങ്കിൽ ഉറ്റ ചങ്ങാതിമാരെ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരാം. അപ്പോൾ ആ യാത്ര വളരെ ദുർഘടമായിട്ടുള്ള ഒരു ലോൺലി ജേർണിയാണ്. ഒരു CEOയുടെ ചേംബർ എന്ന് പറയുന്നത്, സക്സസ്ഫുൾ ആയിട്ടുള്ള ഓൺട്രപ്രനറുടെ ചേംബർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹൈലി സക്സസ്ഫുള്ളായ പൊളിറ്റീഷ്യൻ്റെ റൂം എന്ന് പറയുന്നത് ഒരു ലോൺലി ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്. എല്ലാവരും ഇഷ്ടപ്പെടുത്താനുള്ള യാത്ര എന്ന് പറയുന്നത് വളരെ രസകരമായിരിക്കും, ഈസി ആയിരിക്കും, പക്ഷേ വിജയം നമുക്ക് നേടാൻ സാധിക്കുമെന്നില്ല. പലപ്പോഴും ആളുകൾ എതിർക്കും, പക്ഷേ എതിർപ്പിന് നടുവിൽ പിടിച്ചു നിൽക്കുന്ന ശക്തമായി മുന്നോട്ട് പോകുന്ന ആളുകളാണ് വലിയ വിജയമായി മാറുന്നത്.